എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റാണ് ന്യൂട്രൽ പോയിൻ്റ്. എന്താണ് ന്യൂട്രൽ പോയിൻ്റ്? ആ പേര് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല. എങ്ങനെയാണത് സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്നുകൊണ്ട് നമ്മുടെ കയ്യിലൊരു കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പസിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് നീഡിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് അലൈൻ ചെയ്യും. അപ്പോൾ ഞാൻ ചെറിയൊരു എർത്തിൻ്റെ സർഫസ് വരയ്ക്കുകയാണിതാ. ഇത് എർത്തിൻ്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. എർത്തിൻ്റെ സർഫസിൽ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡുണ്ട്, അതിന് ഹൊറിസോണൽ കമ്പോണൻറ്റും ഉണ്ട്, അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. ഞാനൊരു ഹൊറിസോണൽ കമ്പോണൻ്റാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഹൊറിസോണൽ കമ്പോണൻറ്റ് BH. കൃത്യമായിട്ട് ഞാനൊരു ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് BH. ശ്രദ്ധിക്കണം, ഇത് എർത്തിൻ്റെ സർഫസാണ്. സർഫസിലെ എർത്തിൻ്റെ ഹൊറിസോണൽ കമ്പോണൻറ്റ് പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതിന് കൃത്യമായിട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്കറിയില്ല, ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്നറിയാം. നമ്മളൊരു പോയിൻ്റ് എടുക്കുക. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റിൽ എർത്തിന് അതിൻ്റേതായ ഹൊറിസോണൽ കമ്പോണൻറ്റും ഉണ്ട്, BH ഉണ്ട്. BHന് മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനുണ്ട്. ഇതേ പോയിൻ്റിലേക്ക് നിങ്ങൾ ആരെ കൊണ്ടുവരണം? മറ്റൊരു മാഗ്നറ്റിനെ കൊണ്ടുവരണം. അതായത് നിങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിനെ കൊണ്ടുവരാം. ആ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയുള്ള ഹൊറിസോണൽ ഇൻറ്റൻസിറ്റിക്ക് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ BA എന്നാണ് എഴുതുന്നത്. A എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. B(A) ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അത് എൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഒരു പോയിൻറ്റിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകുന്നു. ഒരെണ്ണം ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തേത് എർത്തിൻ്റെ ഹൊറിസോണൽ കമ്പോണൻറ്റ്. എന്തെങ്കിലും കാരണവശാൽ ഹൊറിസോണൽ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ, ഡയറക്ഷൻ ഓൾറെഡി ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇനി മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിൻ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പോയിൻറ്റിന് വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ പോയിൻ്റ്. ഈ ന്യൂട്രൽ പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു കോമ്പസിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് നീഡിലിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് നീഡിലിന് ഇഷ്ടമുള്ള പൊസിഷനിൽ നിൽക്കാനായിട്ട് സാധിക്കും. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് ന്യൂട്രൽ പോയിൻ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റ്, ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു horizontal component of earth magnetic field, then the resultant magnetic field at the neutral point is equal to 0. കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഈ പോയിന്റിൽ ഒരു കോമ്പസിനെ, ഒരു മാഗ്നറ്റിക് നീഡിലിനെ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് നീഡിലിന് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഈ പോയിന്റിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്.